വലിയ രീതിയിൽ സഹായിച്ചു. മസാല ബോണ്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അത് പലരും എക്സ്റ്റേണൽ ഈ മസാല ബോണ്ട് എന്ന പേര് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് കൊടുത്തതെന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഈ യു കെക്കാർ ഫ്ലോട്ട് ചെയ്യുന്ന ബോണ്ടിന് സ്റ്റെർലിംഗ് ബോണ്ടെന്ന് വിളിക്കും. ജപ്പാൻകാർ ഫ്ലോട്ട് ചെയ്യുന്ന ബോണ്ടിന് സമുറായി ബോണ്ടെന്ന് വിളിക്കും. അപ്പോൾ ഭാരതം നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ബോണ്ടിന് ഒരു തനതായിട്ടൊരു പേര് കൊടുത്തതാണ് ഈ മസാല ബോണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ മസാല ബോണ്ടിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, അത് ഇന്ത്യൻ റുപ്പിയിൽ തന്നെയാണ് നമ്മൾ ബോറോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ വ്യതിയാനം വന്നാലും നമ്മളെ ബാധിക്കത്തില്ല. നമ്മൾ ആ കമ്മിറ്റഡ് ആയിട്ടുള്ള റേറ്റ് കൊടുക്കും. അങ്ങനെ പല സ്ഥാപനങ്ങളും മസാല ബോണ്ടിന് പോയിട്ടുണ്ട്. RBIയുടെ പെർമിഷൻ വാങ്ങിച്ച് പോയിട്ടുണ്ട്. നമ്മളും പോയി. പക്ഷെ നമ്മളാണ് ആദ്യത്തെ സംസ്ഥാനതല സ്ഥാപനം ഇതിന് തുനിഞ്ഞു. ഇതിന് സാങ്ഷൻസ് RBIയിൽ നിന്ന് കിട്ടി. ഇത് വാങ്ങിച്ചു. ഇത് സക്സസ്ഫുള്ളായിട്ട് 2019 നമ്മൾ വാങ്ങിച്ചു. 2024 നയ പൈസ വിടാതെ പലിശയും കൂടെ ചേർത്ത് നമ്മൾ തിരികെ കൊടുത്തു. കംപ്ലീറ്റ്ലി ഒരു ഡിഫോൾട്ട് പോലും ഇല്ലാത്ത ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിഡംഷനാണ്. അതൊരു ക്ലോസ് ചാപ്റ്ററാണ്. പക്ഷേ ഇപ്പോഴും അത് വലിയ രീതിയിൽ അതെ കിഫ്ബി അത് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. അത് എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്, എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഇടപെടുന്നത്, ഇതൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്ന് തന്നിട്ടുള്ള ഒരു അനുഭവമാണ് മസാല ബോണ്ട്. മസാല ബോണ്ടിനെ കുറിച്ചുള്ള വിവാദം ഇനി പ്രസക്തമല്ല, ഒട്ടുമല്ല. മസാല ബോണ്ട് ഒരു ക്ലോസ് ചാപ്റ്ററാണ്. മാത്രമല്ല EDയുടെ പരിശോധനയിൽ 2020 ഇലക്ഷൻസിന് തൊട്ട് മുമ്പ് ആണ് ഈ മസാല ബോണ്ട് പരിശോധനയൊക്കെ EDയുടെ ആദ്യത്തെ നോട്ടീസ് കിട്ടുന്നത്. വലിയ പാട് വന്നു ഞങ്ങൾക്ക്. കാരണം ഒന്ന്, കിഫ്ബിക്ക് അന്ന് ED എന്തിനാണ് വരുന്നത്, മസാല ബോണ്ടിൻ്റെ എന്താണ് അവർ നോക്കുന്നതെന്നും നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ ഈ ഒരു 7 കൊല്ലം ഈ മസാല ബോണ്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ കോടതി കേസുകളുമായിട്ടൊക്കെ നടന്നു. അവസാനം ഇവരൊരു അഡ്ജുഡിക്കേഷന് വേണ്ടിയിട്ടൊരു നോട്ടീസ് തന്നു. അത് വാങ്ങിച്ച് വസതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടകരം എന്ന് ഞാൻ പറയാം. അതിനകത്ത് ആ കൂടെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കാര്യം, ലാൻഡ് അക്വിസിഷന് വേണ്ടി നിങ്ങൾ എടുത്ത പണം ചിലവാക്കി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആശുപത്രിക്കും റോഡിനും ലാൻഡ് അക്വിസിഷനിൽ കേരള ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം, കേന്ദ്ര ആക്ട് പ്രകാരം നോട്ടിഫൈ ചെയ്ത് ഭൂമി, അതാണ് തെറ്റെന്ന് പറയുന്നത്. പക്ഷേങ്കിൽ 2014 മുതൽ RBI പറയുന്നത് ലാൻഡ് അക്വിസിഷൻ ആകാം എന്നാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ അർത്ഥമില്ലാത്ത, വലിയൊരു ബേസിസ് ഇല്ലാത്ത ഒരു നോട്ടീസാണ് ഇപ്പം തന്നിരിക്കുന്നത്.